ഇതാണ് സാക്ഷാൽ ശനിവാർ വാട. എടാ എന്താടാ ഈ ശനിവാർ വാടയുടെ ചരിത്രം ഒന്നും അറിയില്ലല്ലേ? ഇപ്പോൾ ഗൂഗിളിൽ പോയി തപ്പി ഇതിൽ ഓഡിയോ എഡിറ്റ് ചെയ്തിടാം. നല്ല തിരക്കുണ്ടല്ലോ, അത്ര സംഭവമാണത്. ശനിവാർ വാട കോട്ടയെപ്പറ്റി വിക്കിപീഡിയയിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവാജിയുടെ പിന്മുറക്കാരനായ ചക്രവർത്തി ഷാഹു മഹാരാജാവിൻ്റെ പേഷ്വ ആയിരുന്ന ബാജിറാവു ഒന്നാമൻ പണികഴിപ്പിച്ച മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ് ശനിവാർ വാട എന്നും അറിയപ്പെടുന്ന ശനിവാർ വാട. ശനിവാർ അഥവാ ശനിയാഴ്ച, വാട അഥവാ താമസസ്ഥലം എന്നീ മറാത്തി ഭാഷാ പദങ്ങൾ സംയോജിപ്പിച്ചാണ് കോട്ടയ്ക്ക് ശനിവാർ വാട എന്ന് പേരിട്ടത്. 1732 നിർമ്മിച്ച ഈ കോട്ട 1818 ബ്രിട്ടീഷുകാരുടെ മുന്നിൽ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധകാലത്ത് കീഴടങ്ങുന്നതുവരെ മറാത്ത സാമ്രാജ്യ പേഷ്വാസിൻ്റെ ആസ്ഥാനമായിരുന്നു. പിന്നീട് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിനു ശേഷം 18-ാം നൂറ്റാണ്ടിൽ ഈ കൊട്ടാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറി. ഇത് മറ്റേ ബാഹുബലിയുടെ ഇതുപോലെ ഉണ്ടല്ലോ കോട്ട. അതിമനോഹരമായ വാസ്തുവിദ്യയും യുദ്ധപ്രതിരോധ മാർഗങ്ങളും കോട്ടയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഭൂഗർഭ വഴികളും മറ്റും ശനിവാർ വാടയുടെ പ്രത്യേകതയാണ്. ഏതോ വിശദീകരിക്കാനാവാത്ത കാരണത്താൽ അഗ്നി വിഴുങ്ങി വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ച ഈ കോട്ടയുടെ അഗ്നിയെ അതിജീവിച്ച ഭാഗങ്ങൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പരിപാലിക്കപ്പെടുന്നു. അവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാവായിരുന്നു ഇത്. അല്ല, ഇത് അതിന്റെ മെയിൻ എൻട്രൻസ് ആയിരിക്കും. ഇതിലെ ബംഗ്ലാവ് എവിടെയാ, മാൻഷൻ എവിടെയാ? 1732 കൺസ്ട്രക്ഷൻ പൂർത്തിയായ സാധനമാണ്. എന്തായാലും 2 വർഷം കൊണ്ടാണ് ഇതൊക്കെ പണിത് കഴിച്ചതെന്നാണ് പറയണേ. വെറും 16,110 രൂപ കൊണ്ട് 16,000 റുപ്പീസ് ഓൺലി. 1732 എന്ന് പറയുമ്പോൾ വെറും 100-300 വർഷങ്ങൾക്ക് മുമ്പ്. ശനിവാർ വാട കോട്ട യഥാർത്ഥത്തിൽ മറാത്ത സാമ്രാജ്യത്തിലെ പേഷ്വാന്മാരുടെ 7 നിലകളുള്ള ഒരു സൗധമായിരുന്നു. ഇത് പൂർണ്ണമായും ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിലും ശിലകൾ കൊണ്ടുള്ള അടിത്തറയുടെ അഥവാ ആദ്യ നിലയുടെ പൂർത്തീകരണത്തിന് ശേഷം ദേശീയ തലസ്ഥാനമായിരുന്ന സത്താരയിലെ ജനങ്ങൾ ആവലാതിപ്പെടുകയും പേഷ്വയ്ക്ക് പകരം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ശിലാദുർഗത്തിൻ്റെ നിർമ്മാണം ഷാഹു സ്വയമേവ ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് ഉണർത്തിക്കുകയും ചെയ്തു. തദനുസരണം കോട്ടയുടെ ബാക്കി ഭാഗങ്ങൾ ശിലകൾക്ക് പകരം ഇഷ്ടികകൾ കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണെന്നുള്ള ഔദ്യോഗിക സന്ദേശം പേഷ്വാസിന് നൽകപ്പെട്ടു. അങ്ങനെ വാട പൂർത്തിയാക്കപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് പീരങ്കസേനയുടെ ആക്രമണത്തെ തുടർന്ന് അതിൻ്റെ മുകളിലെ 6 നിലകളും നിലംപൊത്തുകയും ശിലാനിർമ്മിതമായ അടിത്തറ മാത്രം ബ്രിട്ടീഷ് പീരങ്കി സേനയ്ക്ക് മുന്നിൽ അപ്രതിരോധ്യമായി നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെ ശനിവാർ വാടയുടെ ഇപ്പോഴും നിലനിൽക്കുന്ന അടിത്തറ നില മാത്രം പൂനെയുടെ പഴയ പ്രദേശത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഇത് മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നായിരിക്കും ഇവരുടെ ഒരു റെസ്റ്റിംഗ് സ്പേസും അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയും ഉലാത്താൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്പേസ് ആയിരുന്നിരിക്കാം ഇത്. നല്ല കാറ്റും കിട്ടും, ചെറിയൊരു തണുപ്പും. ഇതൊക്കെ മരങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ തട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഒട്ടും ചൂടുണ്ടാവില്ല അകത്ത്. അത് കൊള്ളാം. പണ്ടത്തെ വീടുകളുടെ മച്ചിൻ്റെ പുറമൊക്കെ പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ താങ്ങി നിൽക്കുന്നത് നല്ല സ്ട്രോങ് തടിയിലാണ്. ബീംസും കോളംസും ഒക്കെ മുകൾ വശത്ത് എല്ലാം വുഡനാണ്, തടിയിലാണ്. ഇനി ഇതായിരുന്നു ഇതിൻ്റെ എൻട്രി. നമ്മൾ ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്തത്. കൊള്ളാം.
ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, എന്നിട്ടും കുറേ പേർ അത് കടന്നുപോയി അവിടെ പോയി ഇരിപ്പുണ്ട്. കാരണം അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നോക്കിയാൽ അതിൽ കൂടെ താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ പോയാൽ ഒട്ടും സേഫല്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. ഇവിടെ വാതിൽ ലോക്കിട്ട് കൂട്ടിയേക്കാണ്. നമ്മുടെ തെക്കിനി പോലെയുള്ള വല്ല സംഭവമാണോ എന്നുള്ളതാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ വല്ല ആത്മാവൊക്കെ ഇവിടെ ഉണ്ടാവും, പറയാൻ പറ്റില്ലേ. ഇതാണ് അതിൻ്റെ ആ ഒരു സൈഡ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്നും കാണുന്നില്ല. സംതിങ് ഫിഷി. അതെ, ഇതേപോലെ ഇവിടെ കൂടെ കയറി പോകാം, പക്ഷേ ഇവിടെയും എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെയും ഒരു ഡോറ് നമുക്ക് കാണാം. അവിടേക്കൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1758 ആയപ്പോൾ കോട്ടയിൽ ഏകദേശം 1000 പേരെങ്കിലും ജീവിച്ചിരുന്നു. 1773 അക്കാലത്തെ 5ാമത്തെയും നിലവിലെയും പേഷ്വയായിരുന്ന നാരായണ റാവു, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ രഘുനാഥ റാവു, അമ്മായി ആനന്ദബായി എന്നിവർ നടത്തിയ ഉപജാപങ്ങളുടെ ഫലമായി കാവൽക്കാരാൽ കൊല്ലപ്പെട്ടിരുന്നു. ഏറെ പ്രചാരമുള്ള ഒരു കിംവദന്തി അനുസരിച്ച് പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ നാരായണ റാവുവിൻ്റെ പ്രേതാത്മാവ് സഹായത്തിനായി നിലവിളിക്കുന്നത് ഇന്നും മുഴങ്ങിക്കേൾക്കാൻ കഴിയുന്നുവെന്ന് പറയപ്പെടുന്നു. പ്രദേശത്തിന് ചുറ്റുപാടുമായി ജോലി ചെയ്യുന്ന വിവിധ വ്യക്തികൾ അത്തരം ആക്രോശങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മരണത്തിന് ശേഷം നാരായണ റാവു പേഷ്വായുടെ കക്കമാല വച്ചാവ, അമ്മാവ എന്നെ രക്ഷിക്കൂ എന്ന അലർച്ച രാത്രികാലങ്ങളിൽ കേൾക്കാമത്രേ. 1818 ജൂണിൽ പേഷ്വ ബാജിറാവു രണ്ടാമൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർ ജോൺ മാൽക്കമിന് അധികാരം കൈമാറുകയും ഇന്നത്തെ ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്തുള്ള ബിത്തൂരിൽ രാഷ്ട്രീയ പ്രവാസിയായി പോവുകയും ചെയ്തു. 1828 ഫെബ്രുവരി 27 കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. അനിയന്ത്രിതമായ അഗ്നിബാധ 7 ദിവസത്തോളം നീണ്ടുനിന്നു. ഭീമൻ ഗ്രാനൈറ്റ് കൊത്തളങ്ങൾ, ശക്തമായ തേക്ക് കവാടങ്ങൾ, ആഴമേറിയ അടിത്തറകൾ, കോട്ടയ്ക്കുള്ളിലെ കെട്ടിടങ്ങളുടെ നഷ്ടാവശിഷ്ടങ്ങൾ എന്നിവ മാത്രമാണ് അഗ്നിബാധയെ അതിജീവിച്ചത്. നമുക്കവിടെ താഴേക്കൂടെ വേണമെങ്കിൽ നടന്ന് അപ്പുറത്തേക്ക് എത്താം. പക്ഷേ നമ്മൾ ഈ മോളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഇത് താഴത്തെ കോട്ടയുടെ ഓരോ മകുടങ്ങൾ പോലെയുള്ള സംഭവങ്ങളുടെ ടോപ്പ് വശമാണത്. ഇതൊക്കെ ഒരു പക്ഷേ പണ്ടുണ്ടാക്കിയതൊക്കെ പൊളിഞ്ഞിട്ട് ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഭഗവാൻ സ്വാമിനാരായണൻ്റെ ജീവചരിത്രപരമായ ഗ്രന്ഥമായ ഹരിചരിത്ര മൃത്സാഗറിൽ വിവരിക്കുന്നത് പ്രകാരം 1799 ബാജിറാവു രണ്ടാമൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം ശനിവാർവാഡ കോട്ട സന്ദർശിച്ചിരുന്നു. ഇത് ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ. സായിപ്പന്മാർ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആണോ? അടിയാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പഴയകാല കുറേ ബിൽഡിങ്ങുകൾ നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലും കാണാം. നമ്മൾ നേരത്തെ കണ്ടത് കോട്ടയുടെ ഭാഗമല്ല കേട്ടോ, ഇതൊരു കോളേജാണ്. ഇത് ഏതാണ് കോളേജ്? കോളേജിൻ്റെ പേരെന്താ? എന്ത്? ഹരി ബൈ ദ പൂന. ഓക്കെ, ദ പൂന ഗുജറാത്തി കെൽവാനി മണ്ഡൽസ് ഹരിഭായ് വി ദേശായ് കോളേജ് ഓഫ് ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ എടാ, ഇതൊക്കെ പണ്ടത്തെ ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്ങുകളാട്ടോ. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങി താഴെ കൂടെ പോയ പോരെ.
ഛത്രപതി ഷാഹുവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പേഷ്വ ബാജിറാവു ഒന്നാമൻ തൻ്റെ സ്വന്തം വസതിയുടെ ആചാരപരമായ അടിത്തറ 1730 ജനുവരി 10 ശനിയാഴ്ച സ്ഥാപിച്ചു. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മറാത്തി പദങ്ങളായ ശനിവാർ, വാഡ എന്നിവയിൽ നിന്നാണ് ശനിവാർ വാഡ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ജുന്നാറിലെ വനപ്രദേശങ്ങളിൽ നിന്ന് തേക്കിൻ തടികളും ചിഞ്ചുവാഡിലെ സമീപ സ്ഥലങ്ങളായ പാറമടകളിൽ നിന്ന് കല്ലുകളും ജൂരിയിലെ ചുണ്ണാമ്പുകൽ മേഖലകളിൽ നിന്ന് ചുണ്ണാമ്പ് കല്ലുകളും ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം കയറി കണ്ട ആ കോട്ടയുടെ മോളുവശമാണ്, ആ എൻട്രൻസിൻ്റെ ആ കോട്ടയുടെ മോളുവശം. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ നടത്തുന്നത്. അതൊക്കെ എന്തായിരിക്കും ആ കുഴി പോലെയുള്ള സാധനങ്ങൾ? ആളെ കൊല്ലുന്നല്ലേ? ശനിവാർ വാഡ 1732 അക്കാലത്തെ ഒരു ഭീമമായ തുകയായ 16,110 രൂപയ്ക്ക് ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 1732 ജനുവരി 22 മറ്റൊരു ശനിയാഴ്ച ഒരു പ്രത്യേക ദിവസമായിട്ടാണ് തിരഞ്ഞെടുക്കുകയും മതപരമായ ആചാരങ്ങളോടെ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ ബാ. ഓ, ഇതൊക്കെ ഇവരുടെ പണ്ടത്തെ ഇവരുടെ റെസ്റ്റിംഗ് സ്പേസ് ആയിരിക്കും ഇവിടെ ഇതൊക്കെ. കൊള്ളാം. ഓ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. ദ സീറ്റ് ഓഫ് പെഷ്വാസ് ഇൻ ദ ഗണപതി രംഗ മഹൽ. ഓക്കെ, ഇതിൻ്റെ എന്താ ഡീറ്റെയിൽസ് അതിൽ എഴുതിയിരിക്കണേ? ഗണപതി രംഗ് മഹൽ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നടുക്ക് വല്ല നൃത്ത പരിപാടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. വാടാ, അതിൻ്റെ മേളിൽ കൂടെ കയറിയിട്ട് സെൻറ്ററിൽ കൂടെ അടക്കാം ബാ. പിൽക്കാലത്ത് പേഷ്വാമാർ കോട്ടമതിലുകളും വാതിലും ഉൾപ്പെടെ നിരവധി വിപുലീകരണങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഇവയിൽ കോടതി മുറികൾ, മറ്റു കെട്ടിടങ്ങൾ, ജലധാരകൾ, ജലസംഭരണികൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. നിലവിൽ കോട്ടയുടെ ചുറ്റിലുമായുള്ള കെട്ടുകളിൽ 5 കവാടങ്ങളിലും 9 കൊത്തളങ്ങളുമുണ്ട്. കൂടാതെ യഥാർത്ഥ കെട്ടിടങ്ങളുടെ അടിത്തറയെ വലയം ചെയ്ത് ഒരു ഉദ്യാന സമുച്ചയവുമുണ്ട്. പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കുളങ്ങളും കാര്യങ്ങളൊക്കെ എത്ര കാലം മുമ്പ്, 300 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഉദ്യാനവും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി ട്രീ ഓഫ് പെഷ്വാസ്. ഓക്കെ, പെഷ്വാസ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിൽ പിന്നെ ബാജിറാവോ എന്നും കേട്ടിട്ടുണ്ട്. ബാജിറാവോ മസ്താൻ പണ്ട് മുതലുള്ള പേരുകളാണ് കേട്ടോ. ഓ, രാമചന്ദ്ര, ജനാർദ്ദനൻ, അങ്ങനത്തെ കുറേ പേരുകൾ. അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തത്. മുകളിൽ നിന്ന് ഇത് കാണാൻ നല്ല വ്യൂ ആണ്. പക്ഷെ താഴെ നിന്ന് അടുത്ത് നോക്കുമ്പോൾ അത്ര ആ ഒരു ബ്യൂട്ടി കാണുന്നില്ല. അപ്പം അങ്ങനെ നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാം. ഇന്നത്തെ കാലത്തെ ചെങ്ങലകളൊക്കെ നോക്കി അവിടെ മറിച്ചിട്ടാലോ? വേണ്ടല്ലേ. എത്ര പേരാണ് ഇത് കാണാൻ വന്നേക്കണേ. നല്ല ക്രൗഡുണ്ട്. കോട്ട എന്തായാലും ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് കല്ലൊക്കെ ചെത്തി
ഈ ഒരു കോട്ട ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഓരോ പീസ് കട്ടയുടെ വലിപ്പം നോക്കി ഇത് ഏകദേശം അങ്ങനെ പോയാലും ഒരു 1/2 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. ഒരു കട്ടയുടെ ഹൈറ്റ് 1/2 മീറ്ററും ലെങ്ത്ത് ഒരു 2-2.5 അടി ഉണ്ടാവും. ഇത്രയും ഹ്യൂജായിട്ടുള്ള കട്ടകൾ അടുക്കി വെച്ചാണ് കോട്ട ഉണ്ടാക്കിയത്. നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.